ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെ നിലനിൽക്കുമ്പോഴും ഷാഫി വടകരയുടെ മരുമകനായിരുന്നു. വലിയ റീലുകൾ കൊണ്ടൊക്കെയാണ് പാലക്കാട് നിന്ന് ഇങ്ങോട്ട് വരുന്നത്. വലിയ ക്രൗഡിനൊക്കെ ഉണ്ടാക്കിയിരുന്നത്. പക്ഷേ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആത്യന്തികമായിട്ട് ഇവരെന്താ ഒരു രാഷ്ട്രീയക്കാരനാണ് അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധിയായിട്ടൊക്കെ നിൽക്കുന്ന സമയത്ത് ഇവരെന്താണ് സംസാരിക്കേണ്ടത്? റീല് ചെയ്യുക അല്ലെങ്കിൽ ആളുകളെ ആൾക്കൂട്ടം ഉണ്ടാക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും ഉണ്ടാക്കുക എന്നുള്ളതിലല്ലല്ലോ കാര്യം. ആത്യന്തികമായിട്ട് ഇവർ സംസാരിക്കേണ്ടത് എന്താ? ആളുകൾക്ക് വേണ്ടി സംസാരിക്കുക എന്നുള്ളത്. നമ്മൾ സമീപകാലത്ത് നിന്നുള്ള എന്തെങ്കിലും ഷാഫി വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയത്തിൽ അല്ലെങ്കിൽ മനുഷ്യർക്ക് വേണ്ടിയുള്ള അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു വിഷയത്തിൽ കൃത്യമായിട്ടൊരു നിലപാടെടുക്കുകയോ അത് ലൗഡായിട്ട് പറയുന്ന ഏതെങ്കിലും സന്ദർഭങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഉത്തരം. പക്ഷേ ഷാഫിയുടെ ഒരു എത്ര റീല് നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഈ പറയുന്ന റീലുകളിലൊന്നും മുഖമില്ലാത്ത ഇപ്പുറത്ത് റഹീമുണ്ട്, അല്ലെങ്കിൽ സ്വരാജ് ഉണ്ട്, ജോൺ ബ്രിട്ടാസ് ഉണ്ട്, ഇവരൊക്കെ നിരന്തരം പല വിഷയങ്ങളിലും സംസാരിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അവരെയൊന്നും നമ്മൾ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ നമുക്ക് ഇങ്ങനെ കാണാനൊന്നും പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ അതും കൂടെ പറയേണ്ടതുണ്ട്. ഈ എന്തിനാണ് നമ്മൾ ഇവരുടെ കൂടെ നിൽക്കുന്നത്, അല്ലെങ്കിൽ അവരെന്തിനു വേണ്ടി നമുക്ക് പ്രവർത്തിക്കുന്നു എന്നുള്ളതുണ്ടല്ലോ. അപ്പോൾ ഗ്രൗണ്ടിൽ നിൽക്കുമ്പോൾ അവിടെ നിന്നുകൊണ്ട് റീലുകൾ ചെയ്യുമ്പോൾ ഈ ഒരു കാര്യത്തെ കൂടി എന്താ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ ഈ പറഞ്ഞതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ ആഡ് ചെയ്യണം. അതായത് ഷാഫി അഭിപ്രായം പറയുന്നില്ല അല്ലെങ്കിൽ നിലപാടെടുക്കുന്നില്ല എന്നുള്ളത് മറ്റു വിഷയങ്ങൾ പോട്ടെ, നിലപാടെടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായിരുന്നു. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം, പാലക്കാട് MLA കാര്യം. അപ്പോൾ അതിലെന്ത് ഷാഫി നിലപാടെടുത്തു എന്നുള്ളതാണ്. മറ്റാരേക്കാളും ഒരു അധിക ബാധ്യത ഷാഫിക്ക് ഉണ്ടായിരുന്നു അതിനകത്ത് അഭിപ്രായം പറയാൻ. കാരണം ഷാഫി കൊണ്ടുവന്ന നേതാവ്, ഷാഫി അവിടെ നിന്ന് ഷാഫിയുടെ ഒരു ഇടമായിരുന്ന പാലക്കാട് നിന്ന് മാറുമ്പോൾ ഷാഫി കൊണ്ടുവരുന്നു, ആ ഒരു സ്പേസ് ഒരുക്കി കൊടുത്തത് ഷാഫിയായിരുന്നു. അപ്പോൾ അവിടെ നിന്നിരുന്ന ഒരാൾക്കെതിരെ വലിയൊരു ആരോപണം വരുമ്പോൾ അതിൽ ഷാഫി എടുത്തൊരു നിലപാട് എന്തായിരുന്നു എന്നുള്ളതാണ്. അപ്പം റീലുകൾക്ക് ആയുസില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു മനസ്സിലാക്കൽ.